അപ്പോൾ ഗായ്സ് റീസെൻ്റ്ലി നമുക്കുണ്ട ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത വീഡിയോസ് ഇടുമ്പോഴും ഇനിയിപ്പോൾ കാര്യത്തിൽ പാടൊക്കെ കാണുമ്പോൾ എന്ത് പറ്റി എന്നുള്ള കുറേ കമൻറ്റ്സ് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കിയിട്ട് നമ്മുടെ പുതിയ ഫാമിലി കണ്ടന്റ്സ്, കപ്പിൾ കണ്ടന്റ്സ് ഒക്കെ ഈ പുതിയ ചാനലിലാണ് നമ്മൾ ഇനി ഇടുന്നത്. അപ്പോൾ ഈ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാ കാണിച്ചെടുത്തേ, ഇതാ കഴുത്തിൽ ചെറിയൊരു പാടം എന്താന്നാണ് ഇനി പറഞ്ഞുതരാൻ പോണത്. ഉണങ്ങിയേക്കണ്. നമ്മൾ ഡോക്ടറെ കാണിച്ച് ഇപ്പൊ മെഡിസിൻ ഒക്കെ എടുത്ത് ഇത് ഓൾമോസ്റ്റ് ഉണങ്ങിയേക്കണ്. അതിന് ശേഷം നമ്മൾ ഈ വീഡിയോ വരുന്നത്. അപ്പൊ ആ ഒരു ഫോട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതായി കാണുന്ന ഫോട്ടോ ഇതായിരുന്നു ഫസ്റ്റിലുണ്ടായിരുന്ന ആ ഫോട്ടോ. നമ്മൾ രണ്ടാളും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തായിരുന്നു. സാധാരണ നമ്മൾ കാറിലാണ് എപ്പോഴും പോവാറ്. ഒന്ന് എന്ത് ചെയ്ത് സ്റ്റെൽജോന്റെ വണ്ടി വന്നപ്പോ പുതിയ വണ്ടിയായിരുന്നു, എങ്ങോട്ട് നോക്കാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്നും അടുത്തൊരു പോയതാണ്. അപ്പൊ ഏത് ഷാള് വിളിട്ടുണ്ടായിരുന്നു. ഷാള് വണ്ടിയുടെ അടയില് ആക്സിഡന്റ് സംഭവിച്ചപ്പോ എന്തോ ഭാഗ്യം നമ്മൾക്ക് എന്ത് ചെയ്ത് ഇതുകൊണ്ട് ഒതുങ്ങി. ഇതപ്പോ വീണില്ല അല്ലെ, നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഞ്ചുറി ഒക്കെ പറ്റുമായിരുന്നു. ബ്രേക്ക് പിടിച്ചോണ്ട് കൂടുതൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് വണ്ടി എടുത്തു പോയിരുന്നെങ്കിൽ എന്തായാലും പിന്നാക്കം തലക്കടിച്ച് വീണിട്ട് ഭയങ്കര ഇഞ്ചുറി പറ്റുമായിരുന്നു. നമുക്ക് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇതിൽ ഒതുങ്ങി കിട്ടി. പറ്റി ആരൊക്കെ പ്രാർത്ഥന കൊണ്ട് നമ്മള് രക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞിപ്പോ എന്ത് ചെയ്ത് എത്ര ദിവസം, 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ഇനിയിപ്പോ ഫസ്റ്റിൽ ഇപ്പൊ കല്യാണ വീഡിയോസിൽ ഒന്നിലും എന്ത് ഇങ്ങനത്തെ ഒരു പാടില്ല. അപ്പൊ ഇനി എന്തായാലും വേറെ ഇല്ലാത്ത കഥകൾ ചിലപ്പോൾ അടിച്ചു ചേർക്കാൻ സാധ്യത ഉണ്ട്. എന്ത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് കഴുത്തിൽ തഞ്ഞൊരുക്കി കുട്ടിക്ക് പീഡനാണ് വരാൻ സാധ്യത ഉണ്ട്. കാരണം ഒരു പാട് വരുമ്പോ ആരായാലും എന്ത് ചെയ്ത് പെട്ടെന്ന് ചിന്തിക്കും ഇത് എന്ത് അങ്ങനെയും വരാൻ പലതും പല കഥകൾ ഇനി എന്ത് ചെയ്ത് വേറെ വരാൻ സാധ്യത. അതുകൊണ്ട് നമ്മളായിട്ട് തന്നെ നമ്മൾ ഇത് മുൻകൂട്ടി എന്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ഈ വീഡിയോ വരാൻ സാധ്യത. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇത് എന്താ ഞങ്ങളൊരു എക്സ്പ്ലനേഷൻ തന്നതാണ്, ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പൊ അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ബൈ.